ഇത് വിവാദമായതിനു ശേഷം മാത്രമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ പോലീസ് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് കൊലക്കുറ്റം ചേർത്തിട്ടില്ല. ഇത് കെട്ടി തൂക്കി കഴിഞ്ഞിട്ട് അവർ തന്നെ അഴിച്ച് അവർ തന്നെ ആശുപത്രി കൊണ്ടുപോയത്, അവർ തന്നെ കൊന്ന്, അവർ തന്നെ കെട്ടിത്തൂക്കി, അവർ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച്, പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. പാർട്ടിയുടെ നേതാവാണ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരായി അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്തത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർക്കാൻ ക്രിമിനലുകളെ, SFI ക്രിമിനലുകളെ പണ്ടുവിട്ട അതേ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആശിസുകളോടെ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇവരെ സംരക്ഷിച്ചത്. അപ്പോൾ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിൻ്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. ഞാൻ ഇവരെ 3 പേരെയും ഒരിക്കൽ കൂടി ഈ കേരളത്തിന് വേണ്ടി അവരെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. ഓർഡർ